വിവരങ്ങളുമായി. ശ്യാമിലി, ഈ പ്രതിഷേധ മാർച്ച് എങ്ങനെയാണ്? സമാധാനപരമായി തന്നെയാണോ മുന്നോട്ട് പോകുന്നത്? ഒരു ചെറിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയത് ഏത് പശ്ചാത്തലത്തിലാണ്? എന്തിനാണ് മാർച്ച്? അഞ്ജിത, കഴിഞ്ഞ ദിവസമാണ് ED ഹൈക്കോടതിയിൽ ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചത്. അതായത് കരുവന്നൂരിൽ പി രാജീവിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. നിയമവിരുദ്ധമായ വായ്പയ്ക്ക് അദ്ദേഹം വായ്പ അനുവദിക്കാൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തി. ഇത് മുൻ ബാങ്ക് സെക്രട്ടറിയായ സുനിൽ കുമാർ നൽകിയ മൊഴിയിൽ നിന്നും ഞങ്ങൾക്ക് വ്യക്തമായി. അത് കരുവന്നൂരിൽ സത്യവാങ്മൂലമായി ED ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിൽ മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് കോൺഗ്രസ് ഇന്ന് മാർച്ച് നടത്തുന്നത്. കുസാറ്റിന്റെ പരിസരത്തെ MLA ഓഫീസിലേക്കായിരുന്നു മാർച്ച്. പൂർണ്ണമായി തുടങ്ങിയ മാർച്ച് പിന്നീട് നിലവിലൊരു നേരിയ സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു. ബാരിക്കേഡ് തള്ളിക്കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് തടയുകയായിരുന്നു. അതിനുശേഷം ജലപീരങ്കി അവർക്ക് നേരെ പ്രയോഗിക്കുകയായിരുന്നു. നിലവിൽ PCC പ്രസിഡന്റായ ഷിയാസിന്റെ നേതൃത്വത്തിലുള്ള 100ഓളം വരുന്ന സംഘമാണ് നിലവിൽ പ്രവർത്തകരാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. വിവരങ്ങൾ നൽകിയത്. കളമശ്ശേരി MLA ഓഫീസിലേക്ക് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം, അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ശ്യാമിൽ പങ്കുവച്ചത്.